നെഹന്തി മന്തി കണ്ണൂർ ഓപ്പൺ ആയിട്ട് കുറച്ചായല്ലേ? എന്താ അവിടുത്തെ അവസ്ഥ? എന്താ തിരക്ക്? കണ്ണൂരിന് പുറത്തുള്ള ഫ്രണ്ട്സ് കണ്ണൂരേക്ക് വന്നേരം അവിടെ ഭക്ഷണം കഴിക്കേണ്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് പറഞ്ഞു, എന്താണ് ഭക്ഷണം കാണാത്ത ആൾക്കാരാണോ അവിടെ ഉള്ളത്, കണ്ണൂരുള്ളതെന്ന് ചോദിച്ചു. ഭക്ഷണം കിട്ടാത്ത ആൾക്കാരാണോ എന്ന്. അങ്ങനത്തെ ഒരു ഇതിലെ ചോദിച്ചു. കാരണം വെച്ചാൽ അവിടെ അത്രയും തിക്കും തിരക്കൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ നോമ്പായ സമയത്ത്, നോമ്പിൻ്റെ ആ ഒരു സമയത്ത് തിരക്ക് കുറവാണ്. പക്ഷെ എന്നാൽ പോലും ആവശ്യത്തിന് ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് കണ്ണൂരുള്ളവർ ആദ്യമായിട്ടാണ് മന്തി കാണുന്നത്? നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. അവിടെ ചെറിയൊരു സ്ഥലം താഴെ ചോയാണ് അവിടെ മന്തി, ആ ഒരു നെഹന്തി മന്തി വന്നതിന് ശേഷം നല്ല ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് വൈകുന്നേരമൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മലബാറിൽ വന്നിട്ട് ഒരു മന്തിക്കട തുടങ്ങിയിട്ട് അത് ഇത്രക്കാരം ആൾക്കാരെ ഏറ്റെടുത്ത് ആ ഒരു ലെവലിലേക്ക് എന്താ പറയുക കച്ചവടം കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂർ എന്തിനാണ് ഫേമസ്? നമ്മൾ മലബാർ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി അല്ലേ, തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആൾക്കാരറിയാം. വേറെ സ്ഥലത്തൊക്കെ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇവിടെ കണ്ണൂർ നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഏതാണ് ഉള്ളത്? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി നമ്മൾ കല്യാണം മംഗല ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്കും കിട്ടുന്ന ഒരു സ്ഥലം എവിടെയാണ് ഉള്ളത്? അപ്പോൾ ഒരു മന്തി കച്ചവടം തുടങ്ങിയിട്ട് ഇത്രയും കച്ചവടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹോട്ടൽ തുടങ്ങാൻ വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നിങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു നല്ലൊരു ബിരിയാണി കൊടുക്കുന്ന ഒരു സ്പോട്ട് നിങ്ങൾ കണ്ണൂർ തലശ്ശേരി നടുവിൽ നിങ്ങളെടുക്കും തുടങ്ങി നോക്ക്, എന്തായാലും സക്സസ് ആവും, ഉറപ്പാണ്. വെറുതെ പറഞ്ഞില്ല, ബിരിയാണി മാത്രം. പക്ഷെ നല്ല സാധനം അഫോർഡബിളായ പ്രൈസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ, കാട്ടിക്കൂട്ട് പരിപാടിയല്ല, ബിരിയാണി മാത്രം വെച്ചിട്ട്. കാരണം അങ്ങനെയുള്ളൊരു മന്തി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൈഡിൽ ഇതേപോലെ മന്തി ഭ്രാന്തന്മാർ എന്തായാലും ഉണ്ടാവും. മന്തി ഒരു സൈഡിൽ തിന്നുന്ന ആൾക്കാരും കാട്ടും കൂടുതൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ തലശ്ശേരി കോഴിക്കോടൊക്കെ എന്ന് വെച്ചാൽ ബിരിയാണിക്ക് ഇഷ്ടമുള്ളൊരു ഫാൻ പവർ ഉണ്ട് എന്തായാലും. ഞാനൊക്കെ എന്ന് വെച്ചാൽ ബിരിയാണീൻ്റെ ആളാട്ടോ. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിഞ്ഞിട്ടേ മന്തി ഉള്ളു വേറെ എന്തോ ഉള്ളൂ. ഞാൻ മാർക്കറ്റ് ചെയ്യാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കച്ചവടം കിട്ടും കേട്ടോ. കാരണം ഒന്നുമല്ല, മന്തി കഴിക്കേണ്ടിട്ട് ഇത്രക്കാർ ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ തന്നെ വേറെയും മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നെഹന്തി മന്തി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡിൽ അന്വേഷിച്ചിട്ട് ആൾക്കാർ പോകുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിരിയാണി ഒരു പുതിയൊരു ടീം ആയിക്കോട്ടെ, അതെങ്ങനെ സക്സസ് ആക്കേണ്ടതെന്നുള്ള ഐഡിയാസൊക്കെ ഏകദേശം മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുടങ്ങിക്കഴിഞ്ഞാൽ 100% വലിയ സെറ്റപ്പിലൊന്നും തുടങ്ങണം, ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കണം, അത് സക്സസ് ആകും. കാരണം ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ഇടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. എന്താ വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. കാരണം നമുക്ക് ബിരിയാണിക്ക് വേണ്ടി ഇത്രയും കാര്യം ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ നല്ലൊരു ബിരിയാണി, കണ്ണൂർ നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതെങ്കിലും. നമുക്ക് 100% കല്യാണ ബിരിയാണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഞാൻ തുടങ്ങിയ ആ സമയത്ത് പോയതാണ് കേട്ടോ. 10-11 മണി ആ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ ഷവർമയും ചിക്കൻ ലഗോൺ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുന്നതാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉത്സവത്തിനൊക്കെ പോയവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു 10-11 മണിക്ക് അവിടെ കഴിക്കേണ്ട ഫാമിലീസ് ഉണ്ട്. ചെറിയ വീട്ടിൽ നിങ്ങൾ കാണുന്നില്ല ആൾക്കാർ, അതായത് ആ ചെറിയൊരു സ്ഥലം അതിൽ ആൾക്കാർ പോകുന്നതിനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അവിടെ ബിരിയാണിയാണ് അവിടെ കൊടുക്കുന്നത്. ബിരിയാണി ആ സമയത്ത് കഴിക്കാൻ, അതായത് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും ബിരിയാണി കഴിക്കാൻ ആൾക്കാരുണ്ട് അവിടെ ഉത്സവത്തിന് വന്നിട്ട്. ഞാനടക്കം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്, ബിരിയാണിക്ക് സമയവും കാര്യങ്ങളൊന്നും ഇല്ല. ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സക്സസ് ആകാൻ പറ്റും, ഉറപ്പാണ്.